ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇതാദ്യമായി കോവിഡ് ബാധിതരുടെ എണ്ണം 11,000 കടന്നു. 11,755 പേർക്കാണ് ഇന്ന് രോഗബാധ. 7,570 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ നവംബർ മാസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയലാർ സാഹിത്യ പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന്. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാട്നയിൽ നടന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കിങ്സ് 11 പഞ്ചാബിന് 165 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ഇതാദ്യമായി കോവിഡ് ബാധിതരുടെ എണ്ണം 11,000 കടന്നു. 11,755 പേർക്കാണ് ഇന്ന് രോഗബാധ. 7,570 പേർ രോഗമുക്തി നേടി. 23 മരണങ്ങളും ഇന്ന് സ്ഥിരീകരിച്ചു. 10,471 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 952 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. 116 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 95,000 കവിഞ്ഞു. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ നവംബർ മാസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫലപ്രദമായി പ്രതിരോധിക്കാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞില്ലെങ്കിൽ മരണനിരക്ക് അധികമാകുമെന്നും മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകി. ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയെങ്കിലും പോസിറ്റിവിറ്റി നിരക്ക് 10%-ലധികമായി തുടരുകയാണ്. ഇത് രോഗബാധിതരുടെ എണ്ണം ഇനിയും ഉയരുമെന്ന സൂചനയാണ് നൽകുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നാടിന്റെ വികസനം അളക്കാനുള്ള സൂചകങ്ങളിലൊന്നാണ് ശുചിത്വമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ 501 ഗ്രാമപഞ്ചായത്തുകളുടെയും 58 നഗരസഭകളുടെയും ശുചിത്വ പദവി പ്രഖ്യാപനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 250 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ശുചിത്വ പദവിയിലെത്തിക്കാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിന്റെ ഇരട്ടിയിലേറെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാനായത് ശ്രദ്ധേയമായതായി മുഖ്യമന്ത്രി പറഞ്ഞു. 6 മാസത്തിൽ കൂടുതൽ വായ്പാ മൊറട്ടോറിയം നീട്ടുന്നത് സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുമെന്ന് സുപ്രീം കോടതിയിൽ റിസർവ് ബാങ്ക്. പൊതുവായ വായ്പാ അച്ചടക്കത്തെ ഇത് ബാധിക്കുമെന്നും സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ആർബിഐ ചൂണ്ടിക്കാട്ടി. വായ്പാ പലിശയിൽ കൂടുതൽ ഇളവുകൾ അനുവദിക്കുന്നത് ബാങ്കുകൾക്ക് താങ്ങാനാവില്ലെന്നും നിക്ഷേപകരെയും സാമ്പത്തിക ഭദ്രതയെയും ഇത് ബാധിക്കുമെന്നും റിസർവ് ബാങ്ക് കോടതിയെ അറിയിച്ചു. 44ാമത് വയലാർ സാഹിത്യ പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന്. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. 1,00,000 രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത വെങ്കല ശില്പവുമാണ് അവാർഡ്. ഈ മാസം 27-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുരസ്കാരം സമ്മാനിക്കും. മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് എന്നും ഉത്കണ്ഠപ്പെട്ടിട്ടുള്ള കവിയാണ് ഏഴാച്ചേരി രാമചന്ദ്രനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയലാർ പുരസ്കാരം നേടിയതിൽ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ മൃതദേഹം പട്നയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ഗംഗാതീരത്തെ ജനാർദ്ദൻ ഘട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് തുടങ്ങി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ആയിരക്കണക്കിന് ജനങ്ങളും പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിരുന്നു. സ്വർണ്ണക്കടത്തു കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ കരുതൽ തടങ്കലിൽ വയ്ക്കാൻ ഉത്തരവായി. കോഫെപോസ നിയമപ്രകാരമാണ് നടപടി. ഇക്കാരണത്താൽ 1 വർഷം വരെ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കഴിയേണ്ടിവരും. അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഇന്നലെയും ശിവശങ്കറിനെ 11 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 73,272 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ മൊത്തം രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 70 ലക്ഷത്തോട് അടുക്കുകയാണ്. 8,83,000-ലേറെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ 926 പേർ കൂടി മരണത്തിന് കീഴടങ്ങിയതോടെ മൊത്തം മരണം 1,07,000 കടന്നു.
രോഗമുക്തി നിരക്ക് 85.81% ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ഡെപ്യൂട്ടി സൂപ്രണ്ടിന് കോവിഡ്-19 സ്ഥിരീകരിച്ചു. രോഗലക്ഷണങ്ങൾ പ്രകടമായതിനെ തുടർന്ന് വ്യാഴാഴ്ച നടത്തിയ RT-PCR പരിശോധനയിലാണ് പോസിറ്റീവായത്. ഇദ്ദേഹവുമായി പ്രാഥമിക സമ്പർക്കത്തിൽ വന്നതിനെ തുടർന്ന് സൂപ്രണ്ട് നിരീക്ഷണത്തിൽ പോയി. കണ്ണൂരിൽ കോവിഡിനെ തുടർന്ന് 13 വയസ്സുള്ള വിദ്യാർത്ഥി മരിച്ചു. ആലക്കോട് തേർത്തലിയിലെ ജോസനാണ് മരിച്ചത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കവെയാണ് അന്ത്യം. കൊല്ലം ജില്ലയിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുമ്പോൾ പരിശോധനകൾ കൂടുതൽ കാര്യക്ഷമമാക്കി രോഗികളെ യഥാസമയം കണ്ടെത്തി ചികിത്സ നൽകാനുള്ള പരിശ്രമത്തിലാണ് ആരോഗ്യവകുപ്പ്. 5000-ഓളം കോവിഡ് ടെസ്റ്റുകളാണ് ജില്ലയിൽ ഒരു ദിവസം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം പ്രതിനിധി നീരജ് ലാൽ. കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ട വ്യക്തിയുമായി പ്രാഥമിക സമ്പർക്കമുണ്ടായവർക്കും രോഗലക്ഷണങ്ങളുള്ളവർക്കും ആരോഗ്യവകുപ്പ് തന്നെ സൌജന്യ കോവിഡ് പരിശോധന ക്രമീകരിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഇതിനായി പ്രദേശത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലോ ആരോഗ്യ പ്രവർത്തകരെയോ ബന്ധപ്പെട്ടാൽ മതിയാകും. കൊല്ലം കോർപ്പറേഷനിൽ രോഗം സംശയിക്കുന്നവർക്കായി ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ TM വർഗീസ് ഹാളിൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. രോഗസാധ്യതയുള്ളവരായി ആരോഗ്യവകുപ്പ് കണ്ടെത്തുന്നവർക്ക് മാത്രമാണ് ഇത്തരം സൌജന്യ ടെസ്റ്റുകൾക്ക് അർഹത. അല്ലാതെ ടെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അടുത്ത ആശുപത്രിയെ സമീപിക്കാം. ആന്റിജൻ ടെസ്റ്റിന് 625 രൂപയും 2 ഘട്ടങ്ങളുള്ള ട്രൂനാറ്റ് ടെസ്റ്റിന് 1500 രൂപ വീതം ആകെ 3000 രൂപയും RT-PCR ടെസ്റ്റിന് 2750 രൂപയുമാണ് അംഗീകൃത സ്വകാര്യ ലാബുകളിലെ നിരക്ക്. ഹിമാചൽ പ്രദേശിന്റെ നാടൻ പാട്ടുപാടി സമൂഹമാധ്യമങ്ങളിൽ തരംഗമായി മാറിയ SS ദേവികയെ ട്വിറ്ററിലൂടെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവനന്തപുരം പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദേവിക. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി ചമ്പ കിത്നി ദൂർ എന്ന പ്രശസ്തമായ ഹിമാചൽ ഗാനമാണ് ദേവിക ആലപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതി കണ്ണൂരിൽ ലക്ഷ്യത്തോടടുക്കുന്നു. വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി KO ശശിധരൻ. അമൃത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 9 നഗരങ്ങളെയാണ് കേന്ദ്ര ഗവൺമെന്റ് തെരഞ്ഞെടുത്തത്. കാര്യക്ഷമമായ കുടിവെള്ള വിതരണം, മലിനജല നിർമ്മാർജ്ജനം, മികച്ച ഗതാഗത സംവിധാനം, കളിസ്ഥലങ്ങൾ തുടങ്ങി നഗരത്തെ സുന്ദരമാക്കുന്നതിനായി 2015-ലാണ് അമൃത് പദ്ധതിക്ക് തുടക്കമിട്ടത്. കണ്ണൂർ കോർപ്പറേഷനിൽ 225 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ലക്ഷ്യത്തോടടുക്കുന്നത്. 3500-ഓളം വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞു. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർക്കുകളുടെ നവീകരണവും ജില്ലയിൽ പുരോഗമിക്കുകയാണ്. നടപ്പാത, സൈക്കിൾ പാത എന്നിവയും പൂർത്തിയാവുകയാണ്. പദ്ധതിയുടെ അവസാന ഘട്ടത്തിൽ മലിനജല ശുദ്ധീകരണ പ്ലാന്റിനായി 25 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. വികസന കാഴ്ചപ്പാടോടെ ഓരോ പദ്ധതിയും പൂർത്തിയാക്കുക വഴി അടിസ്ഥാന സൌകര്യം ഉൾപ്പെടെ നഗരപ്രദേശത്തിന്റെ വികസനവും സാധ്യമാവുന്നു. IPL ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കിങ്സ് 11 പഞ്ചാബിന് 165 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 6 വിക്കറ്റ് നഷ്ടത്തിൽ 164 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 12 ഓവറിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 94 റൺസ് എടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ വിഭാഗത്തിൽ ഇന്ന് കിരീട പോരാട്ടം. ഈ വർഷത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജേതാവായ അമേരിക്കയുടെ സോഫിയ കെനിൻ പോളിഷ് താരം ഇഗ സ്വിറ്റ്യെക്കയെ നേരിടും. പുരുഷ സിംഗിൾസിൽ റഫേൽ നദാൽ നൊവാക് ജോക്കോവിച്ച് ഫൈനൽ മത്സരം നാളെ നടക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനമനുസരിച്ചാണ് എല്ലാ വർഷവും ഈ ദിനം മാനസിക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ 4 പേരിൽ ഒരാൾ മാനസിക അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. മാനസികാരോഗ്യത്തെക്കുറിച്ച് ജനങ്ങൾക്ക് അറിവ് പകരേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കോവിഡ് കാലം സാമൂഹിക ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ നിരവധി പേരിൽ മാനസിക സംഘർഷത്തിന് കാരണമാകുന്നു എന്ന വസ്തുതയും ഇത്തവണ ദിനാചരണത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സ്വർണ്ണവിലയിൽ 2ാം ദിവസവും വർധന. പവന് 240 രൂപ കൂടി 37,800 രൂപയായി. 4,725 രൂപയാണ് ഗ്രാമിന്റെ വില. ഇന്നലെ 360 രൂപ പവന് വർദ്ധിച്ചിരുന്നു. ആഗോള വിപണിയുടെ ചുവടുപിടിച്ചാണ് രാജ്യത്തെ സ്വർണ്ണവില വർദ്ധിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഇതാദ്യമായി കോവിഡ് ബാധിതരുടെ എണ്ണം 11,000 കടന്നു. 11,755 പേർക്കാണ് ഇന്ന് രോഗബാധ. 7,570 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ കോവിഡ് വ്യാപനത്തെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ, നവംബർ മാസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയലാർ സാഹിത്യ പുരസ്കാരം കവി ഏഴാച്ചേരി രാമചന്ദ്രന്. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിയാണ് പുരസ്കാരത്തിന് അർഹമായത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ പാറ്റ്നയിൽ നടന്നു. IPL ക്രിക്കറ്റിൽ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കിങ്സ് 11 പഞ്ചാബിന് 165 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.